ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾക്ക് എങ്ങനെയാണ് യൂട്യൂബ് പ്രീമിയം ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യുവാൻ സാധിക്കാം എന്നതാണ്. വെൽക്കം ടു ബി ഹാപ്പി, ഇറ്റ്സ് മീ ആൽഫിൻ. നമുക്ക് യൂട്യൂബ് പ്രീമിയം എടുത്തു കഴിഞ്ഞാൽ കുറേ ബെനിഫിറ്റ്സ് ലഭിക്കുന്നതാണ്. നമുക്ക് ആഡ്സ് ഇല്ലാതെ വീഡിയോ കാണുവാൻ സാധിക്കും, പിക്ചർ ഇൻ പിക്ചർ മോഡിൽ വീഡിയോ കാണുവാൻ സാധിക്കും. നമ്മൾ ഒരു വീഡിയോ നേരത്തെ പ്ലേ ചെയ്തിട്ട് നിർത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ വരെ നമുക്ക് യൂട്യൂബിൻ്റെ ഈ ഒരു പ്രീമിയം വെർഷൻ എടുത്താൽ അവൈലബിൾ ആണ്. പക്ഷേ എല്ലാത്തിനും ഉപരിയായിട്ട് ഒരു വ്യക്തി പ്രീമിയം എടുക്കുന്നത് ആഡ്സ് ഇല്ലാതെ വീഡിയോ കാണുവാനായിട്ടാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് ആഡ്സ് ഇല്ലാതെ യൂട്യൂബ് വീഡിയോ കാണുവാൻ സാധിക്കുക എന്താണ്. ഒരു കാര്യം ഓർക്കുക, ഇത് മെയിൻലി ലാപ്ടോപ്പിലായിരിക്കും ഈസി ആയിട്ടും സിമ്പിളായിട്ടും ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. യൂട്യൂബിൻ്റെ പ്രീമിയം വെർഷൻ എനേബിൾ ചെയ്യുന്നതിന് മുൻപ് നമ്മൾക്ക് എങ്ങനെയാണ് യൂട്യൂബിൻ്റെ ആഡ്സ് ഒക്കെ വരുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾക്ക് ഇതുപോലത്തെ ആഡ്സ് വരുന്നത് കാണുവാൻ സാധിക്കുന്നതാണ്. ഇനി അതുമാത്രമല്ല, നമ്മൾ ജസ്റ്റ് ഹോം പേജിൽ പോയി കഴിഞ്ഞാലും ഇവിടെയും ഏറ്റവും ആദ്യമേ വന്നിരിക്കുന്നത് ഒരു ആഡാണ്. ഇനി അതുപോലത്തെ കുറേ ആഡ്സ് യൂട്യൂബിലും നമുക്ക് വേറെ കുറേ ആഡ്സും അങ്ങനെ കാണുവാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെ നമ്മൾക്ക് റിമൂവ് ചെയ്യുവാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ക്രോമിൻ്റെ വെബ് സ്റ്റോർ ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് സെർച്ച് എക്സ്റ്റൻഷൻസ് ആൻഡ് തീംസിൻ്റെ അവിടെ യു ബ്ലോക്ക് എന്ന് സെർച്ച് ചെയ്യാം. യു ബ്ലോക്ക് ഒറിജിൻ എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഈ ഒരു എക്സ്റ്റൻഷൻ നമുക്ക് ആഡ് ടു ക്രോം എന്ന് പറഞ്ഞ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ആഡ് എക്സ്റ്റൻഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും യു ബ്ലോക്ക് ഒറിജിൻ എന്ന് പറഞ്ഞ ഈ ഒരു എക്സ്റ്റൻഷൻ ഇവിടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് നമ്മൾ ജസ്റ്റ് ഒന്ന് റീലോഡ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു യു ബ്ലോക്ക് ഒറിജിൻ എന്ന് പറഞ്ഞ ഈ ഒരു എക്സ്റ്റൻഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെച്ചതേ ഉള്ളൂ. പിൻ ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. പിൻ ചെയ്യുന്നത് മാൻഡേറ്ററി ഒന്നുമല്ല. പിൻ ചെയ്തില്ലെങ്കിലും ഈ ഒരു എക്സ്റ്റൻഷൻ വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ യൂട്യൂബ് റീലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ഏതെങ്കിലും ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പം നമുക്ക് സ്ട്രെയിറ്റ് കാണാൻ സാധിക്കും ഒരു ആഡ്സും ഇല്ലാതെയാണ് സ്ട്രെയിറ്റ് പോകുന്നത് എന്ന്. അതുമാത്രമല്ല, ഈ സൈഡിലൊക്കെ നേരത്തെ ഒരു ആഡ് ഉണ്ടായിരുന്നു, ആ ഒരു ആഡ്സും ഇപ്പോൾ പോയിട്ടുണ്ട്. ഇനി ഞാൻ യൂട്യൂബിൻ്റെ ഹോം പേജിൽ പോവുകയാണ്. ഇവിടെ നമുക്ക് ഒരു വീഡിയോയും ഇല്ലാതെ ബ്ലാങ്ക് സ്പേസ് ആണ് കാണുവാൻ സാധിക്കുന്നത്. അതിനർത്ഥം ഈ ഒരു ആഡ് ബ്ലോക്ക് എക്സ്റ്റൻഷൻ അവിടുത്തെ ആ ഒരു ആഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ യു ബ്ലോക്ക് ഒറിജിൻ എന്ന് പറഞ്ഞ ഈ ഒരു എക്സ്റ്റൻഷൻ ആഡ് ചെയ്തുകൊണ്ടുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രോമിൽ എവിടെയൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അവിടെയൊന്നും, അതായത് വെബ്സൈറ്റിലോ ആർട്ടിക്കിളോ ഒക്കെ നമ്മൾ റീഡ് ചെയ്യുമ്പം സൈഡിലൊക്കെ ആഡ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ആഡ്സ് എല്ലാം റിമൂവ് ചെയ്ത് കിട്ടുന്നതാണ്. ഇനി നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള സൈറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും സൈറ്റിൽ ആഡ്സ് കണ്ടാൽ ഇഷ്യൂ ഇല്ല അല്ലെങ്കിൽ ആഡ്സ് വരുത്തില്ല എന്നൊക്കെ ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു യു ബ്ലോക്ക് ഒറിജിൻ്റെ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ഞാൻ പിൻ ചെയ്തുകൊണ്ടാണ് എനിക്ക് ഐക്കൺ ഇവിടെ കിട്ടിയത്. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പോയ ശേഷം നമ്മൾ യു ബ്ലോക്ക് ഒറിജിൻ്റെ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യണം. ഞാൻ എന്താ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു സെറ്റിങ്സിൻ്റെ ഐക്കണിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ട്രസ്റ്റഡ് സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടാബിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള സൈറ്റ്സിൻ്റെ ലിങ്ക് എല്ലാം നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. ഇവിടെ ട്രസ്റ്റഡ് ആയിട്ടുള്ള സൈറ്റ്സിൻ്റെ ലിങ്ക് കൊടുത്തു കഴിയുമ്പോൾ എന്താണ് വരുന്നതെന്ന് വെച്ചാൽ ആ ഒരു സൈറ്റിലൊന്നും നമുക്ക് ആഡ്സ് റിമൂവ് ചെയ്ത് കിട്ടത്തില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ യൂട്യൂബിൻ്റെ സൈറ്റ് അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. അപ്ലൈ ചേഞ്ചസ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി എന്താ യൂട്യൂബ് എടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും ഇവിടെ അടുത്തൊരു ആഡ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ഇവിടുന്ന് youtube.com ഞാൻ റിമൂവ് ചെയ്യുന്നു. അപ്ലൈ ചേഞ്ചസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഞാൻ youtube.com ഒന്ന് റീലോഡ് ചെയ്യുകയാണ്. റീലോഡ് ചെയ്യുമ്പം ഇവിടെ പ്രത്യേകിച്ച് ആഡൊന്നും വരാത്തതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും റിമൂവ് ചെയ്തിട്ടില്ല. ഒന്നുകൂടെ റീലോഡ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ആഡ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മൾ യു ബ്ലോക്ക് ഒറിജിൻ എന്ന് പറഞ്ഞ ഈ ഒരു എക്സ്റ്റൻഷൻ യൂസ് ചെയ്താൽ നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു അഡ്വാൻറ്റേജ്. ഇങ്ങനെയാണ് നമ്മൾ ആഡ് ഇല്ലാതെ ലാപ്ടോപ്പിൽ യൂട്യൂബ് വാച്ച് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആഡ് ചെയ്യുക. See you in the next video. It's me, Alfin, signing out. Goodbye.